താമരശുചം രഹിതാവതി സുഖമിന്നിരാമനോഹരം ശ്യാമളം ജടാമകുടോജ്ജലം. ഇത് രാമായണ മാസമാണ്, പുണ്യമാസമാണ്. കർക്കിടക മാസത്തിൽ വീടുകളിൽ രാമായണ പാരായണം നടത്തുന്നത് കൂടാതെ കൂട്ടായ്മയോടെ രാമായണ പാരായണം നടത്തുന്നതും ഒരു പതിവാണ്. അത്തരത്തിൽ ആറ്റുകാലുള്ളൊരു വീട്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഈ പരിസരത്തെ പ്രദേശവാസികളെല്ലാം കൂടി ഇവിടെ നിന്ന് കൂട്ടമായിട്ടൊരു രാമായണ പാരായണം നടത്തുകയാണ്. ആ വിശേഷങ്ങളാണ് കർമ്മ ന്യൂസ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. മഹിതകടാക്ഷ വിക്ഷമിതാമരശുചം രഹിതാവതി സുഖമിന്നിരാമനോഹരം ശ്യാമളം ജടാമകുടോജ്ജലം ചാപശരകോമളകരാംബുജം പ്രണതോസ്മ്യഹം രാമം. ഭുവനകമനീയരൂപമീഠിതം ശതരവിഭാസുരമഭീഷ്ടപ്രദം ശരണദം സുരപാദപാമൂലരചിതനിലയനം സുരസഞ്ജയസേവ്യം പ്രണതോസ്മ്യഹം രാമം. ഭവകാനന ദേവമഹനനാമധേയം ഭവപങ്കജ ഭവമുഖാദൈവതം ദേവം ധനുജപതി കോടി സഹസ്രവിനാശനം മനുജാകാരം ഹരിം പ്രണതോസ്മ്യഹം രാമം. ഭവഭാവനാദൂരം ഭഗവൽ സ്വരൂപിണം പവഭീവിരഹിതം മുനിസേവിതം പരം. ഇപ്പോൾ ഈ കർക്കിടക മാസത്തിലെ രാമായണ പാരായണം എല്ലാ വീടുകളിലും നടക്കുന്നുണ്ടെങ്കിലും ഈ കൂട്ടത്തോടെയുള്ള കൂട്ടായ്മയോടെയുള്ള രാമായണ പാരായണം ഒരു പ്രത്യേക ദൈവിക അനുഭൂതിയാണ്. അപ്പം അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇത് രാമായണ ഒരു കൂട്ടരാമ നാമജപം പോലെയാണ് ഇത് നമ്മൾ കാണേണ്ടത്. കർക്കിടക മാസത്തിൽ എല്ലാ പേർക്കും ആരോഗ്യപരമായിട്ടും വളരെ ദൈവികപരമായിട്ടുമൊക്കെ അത് വളരെ സൂക്ഷിക്കേണ്ടതായ ഒരു സമയത്ത് നമ്മുടെ പൂർവികന്മാർ നമുക്ക് തന്നതാണ് ഈ അധ്യാത്മരാമായണം. ഈ കർക്കിടക മാസത്തിലെങ്കിലും വായിക്കണമെന്നുള്ളത്. അപ്പം കർക്കിടക മാസം അത്രമാത്രം പവിത്രമായ വളരെയധികം നമ്മളെല്ലാം വ്രതമായി കാത്തു സൂക്ഷിക്കേണ്ട ഒരു മാസമാണ് കർക്കിടക മാസം. ആ കർക്കിടക മാസത്തിൽ എല്ലാവരും ഒത്തുകൂടി രാമമന്ത്രവും രാമകഥയും രാമൻ്റെ ആ സത്യപരിപാലനവും ധർമ്മവും സഹോദര സ്നേഹവും പിന്നെ കുടുംബത്തോടുള്ള അദ്ദേഹത്തിൻ്റെതായ പിന്നെ എന്താണ് എല്ലാ രീതിയിലുള്ള ആ ക്ഷേമ താല്പര്യങ്ങൾക്കൊപ്പം ജനങ്ങളുടെയും എല്ലാ ജീവജാലങ്ങളുടെയും എല്ലാവരുടെയും ധർമ്മത്തെ നോക്കി നടത്തുന്ന ഒരു രാജാവാണ് സൂര്യവംശജനായ ശ്രീരാമചന്ദ്രൻ എന്ന് പറയുന്ന രാജാവ്. അപ്പോൾ ആ ദശരഥ മഹാരാജാവിൻ്റെ മൂത്ത പുത്രനായിട്ട് പറഞ്ഞ് അദ്ദേഹം കാണിക്കുന്ന എല്ലാ പിന്നെ മുനിമാരോട് ഗുരുക്കന്മാരോട് പിന്നെ അതേപോലെ തന്നെ പിന്നെ അക്രമം കാണിച്ച് നടക്കുന്ന ദുഷ്ടന്മാരെ അമർച്ച ചെയ്യുന്ന കാര്യത്തിലും അദ്ദേഹം കാണിക്കുന്നതായ ആ ഒരു എന്താണ് ആ മനോഭാവം അത് എല്ലാവർക്കും അത് എല്ലാവരുടെ ജീവിതത്തിലും അത് പകർത്തേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ഒരു ഭാഗമാണ്. പക്ഷേ ഇന്ന് രാമായണത്തെക്കുറിച്ച് രാമൻ്റെ സീതയുടെയും കഥ മാത്രമല്ല ഈ അധ്യാത്മ രാമായണം എന്ന് പറയുന്നത്. എല്ലാ പേർക്കും എല്ലാ മനുഷ്യർക്കും ആധ്യാത്മിക ബോധം അവനവനെക്കുറിച്ചുള്ള ബോധം ഈശ്വരനോടുള്ള അവരുടെ അടുപ്പം ഇത് വളരെ വ്യക്തമാക്കി തരുന്ന ഒരു ഉത്തമ ഗ്രന്ഥമാണ് രാമായണം. അത് എത്ര പ്രാവശ്യം വായിച്ചാലും കലവറയില്ലാത്ത സ്വത്ത് പോലെ അതിൽ നിന്ന് വിജ്ഞാനങ്ങൾ നമുക്കിങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കും. ഒരു അമൃതിന് തുല്യമായ ഒരു ഗ്രന്ഥമാണ് മനുഷ്യർക്ക് മർത്യർക്ക് അമൃതിന് തുല്യമായ ഒരു ഗ്രന്ഥമാണ് അധ്യാത്മരാമായണം.